നമസ്കാരം പ്രിയമുള്ളവരെ, രതീഷ് ജാലവനാണ് കേട്ടോ. ഇന്ന് 2026 മെയ് മാസം 17-ാം തീയതി, കൊല്ലവർഷം 1201 ഇടവമാസം 3-ാം തീയതി ഞായറാഴ്ചയാണ് കേട്ടോ. ഇന്ന് സൂര്യോദയം 6:08 സൂര്യാസ്തമയം വൈകിട്ട് 6:23 വെളുത്ത പക്ഷത്തിലെ പ്രഥമ തിഥിയാണിന്ന്. രാത്രി 9:41 വരെ പ്രഥമ തിഥി ഉണ്ട്. പിന്നെ കാർത്തിക നാളാണ്, കാർത്തിക നക്ഷത്രം. മെയ് 16 വൈകിട്ട് 5:30 തുടങ്ങിയതാണ് കാർത്തിക നാൾ. മെയ് 17 ഇന്ന് ഉച്ചയ്ക്ക് 2:32 വരെയാണ് കാർത്തിക നാൾ കേട്ടോ. ശേഷം രോഹിണി നാളാണ്. കാർത്തിക നാളുകാർക്ക് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ജീവിതത്തിലെ പല കാര്യങ്ങളിലും ഒരു ശരിയായിട്ട് കൃത്യമായിട്ട് എടുക്കേണ്ട തീരുമാനം ഇന്ന് കൃത്യമായിട്ട് എടുക്കേണ്ട ഒരു ദിവസമാണ്. കൺഫ്യൂഷൻ ഇല്ലാണ്ട് കൃത്യമായിട്ട് തന്നെ ആ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും. പല കാർത്തിക നാളുകാർക്ക് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നിർണായകമായിട്ടുള്ള ഇതാണ്. അത് ചിലപ്പോൾ ബന്ധങ്ങളിലാവാം, അല്ലെങ്കിൽ കർമ്മസംബന്ധമായിട്ടാവാം, അതായത് ജോലിപരമാവാം. അപ്പോൾ അങ്ങനെ ഉള്ള കുറേ കാര്യങ്ങൾ വരുന്നൊരു ദിവസമാണ് ഇന്ന്. സാമ്പത്തികമായിട്ട് പല അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ ബന്ധങ്ങളിലുള്ള അകന്നിട്ടുണ്ടായിരുന്ന ആളുകളൊക്കെ നമ്മളിലേക്ക് തിരിച്ച് നമ്മളിലേക്ക് തന്നെ വരുന്നൊരു ദിവസം കൂടിയാണ് കാർത്തിക നാളുകാർക്ക് കേട്ടോ. ഒരു കാര്യം തുടങ്ങാൻ വേണ്ടിയിട്ട് നല്ലൊരു സമയമായിട്ടില്ല, ഒന്നും കൂടി ആലോചിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്ന ആളുകളാണോ നിങ്ങൾ? എങ്കിൽ അങ്ങനെ ഇരിക്കുകയുള്ളൂ. നമ്മൾ ഒരു കാര്യം തുടങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, അങ്ങോട്ട് തുടങ്ങാം. എന്നിട്ട് എന്ത് ചെയ്യാം? അപ്പോഴാണ് നമുക്കതിൻ്റെ കുറവുകളൊക്കെ മനസ്സിലാവുക. ആ സമയത്ത് നമ്മളിലേക്ക് എന്താണോ നമ്മൾ ചെയ്യേണ്ടത് ആ കാര്യങ്ങളൊക്കെ നമ്മളിലേക്കുള്ള വഴികൾ തെളിയും. അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും. ചില ആളുകൾ കണ്ടിട്ടില്ലേ, നമ്മളൊരു കാര്യം തുടങ്ങാൻ വേണ്ടിയിട്ട് പൈസ ആയിട്ടില്ല, അല്ലെങ്കിൽ വേറെ ഒരാളെ ആശ്രയിച്ചിരിക്കുന്നു. ഇങ്ങനെ നിൽക്കുന്ന രീതിയാണെങ്കിൽ അവിടെ നിൽക്കുകയുള്ളൂ. പല വലിയ ആളുകളും പറയുന്നത് കേട്ടതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളൊരു കാര്യം തുടങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തുടങ്ങുക. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് അത് വന്നുകൊള്ളും. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം.